കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് ഞാൻ കുട്ടി ഹൗസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു A4 സൈസ് യെല്ലോ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റ് നമുക്ക് കുറച്ച് ഇത്തിരി വലിയ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം, റൗണ്ട് ഷേപ്പിലിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം വെച്ച് റൂൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ആ ഒരു പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തല്ലോ. ഇനി അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നാക്കി കൊടുത്തേച്ചും അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തും അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗം നമ്മുടെ ആ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കാനല്ലോ പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത്. അപ്പോൾ അതൊന്ന് പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ ഒരു വീടിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് ജനലും വാതിലും വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ജനലും വാതിലൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടും ജനലും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തേച്ചും ഇതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു ഗ്ലാസ് എടുത്തേച്ച് ഇതുപോലെ തന്നെ ചെയ്യുകയാണേ. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന ഗ്ലാസിൻ്റെ ആ ഒരു ഹൗസിന് കുറച്ചും കൂടി ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ ഗ്ലാസ് എടുത്തേച്ചും അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗം മറ്റേ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉയരം തോന്നും ഇനി ഉണ്ടാക്കുന്ന ഹൗസിന് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോസസ്സ് തന്നെ ചെയ്ത് വെച്ച് നമ്മളിത് 2 ഹൗസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അതൊന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ട് ആ ഒരു കാർഡ് ബോർഡ് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു 2 ഗ്ലാസ് ഹൗസും നമുക്കത് ഒട്ടിച്ചെടുക്കാവേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ 2 ഹൗസസും അതിൽ ആ ഒരു കാർഡ് ബോർഡിൽ ഒട്ടിച്ചെടുക്കുന്ന ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ 2 ഹൗസും ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ അതുപോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.